യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ഷെമ ഇസ്രായേലിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്വാഗതം. ബൈബിളിൽ പരാമർശിക്കുന്ന 3 രാജ്യങ്ങളാണ് സ്വർഗരാജ്യം, ദൈവരാജ്യം, ലോകരാജ്യം. ഇതിൽ ദൈവരാജ്യം ഈ ഭൂമിയിൽ തന്നെ അനുഭവിക്കുവാൻ സാധിക്കുന്ന ഒരവസ്ഥയാണ്. ദൈവം രാജാവായി വാഴുന്ന ഒരു രാജ്യത്തെക്കുറിച്ച്, ഒരു ലോകത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവിടെ കുറവുകൾക്കോ തകർച്ചകൾക്കോ രോഗങ്ങൾക്കോ പാപത്തിനോ പോലും സ്ഥാനമില്ല. കാരണം എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും പരിപാലകനുമായ ദൈവമാണ് പൂർണ്ണമായി എല്ലാം നിയന്ത്രിക്കുന്നത്. യേശുവിൻ്റെ പരസ്യ ജീവിതം ദൈവരാജ്യം എപ്രകാരമായിരിക്കുമെന്നതിന് ഒരു സൂചനയാണ്. എല്ലാറ്റിൻ്റെയും മേലുള്ള അധികാരം തനിക്കാണെന്ന് യേശു തൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. അതേ ദൈവരാജ്യ അനുഭവം സ്വായത്തമാക്കുവാൻ നാം എന്തു ചെയ്യണമെന്ന് ഇന്നത്തെ ഷെമ ഇസ്രായേലിൻ്റെ വചന സന്ദേശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. സന്ദേശം നമുക്ക് നൽകുന്നത് കരീസ് ഭവനിലെ അനീഷ് മുണ്ടിയാനിക്കൽ അച്ഛനാണ്. അച്ഛനിലൂടെ ദൈവസ്വരം നമുക്ക് ശ്രവിക്കാം. ഈശോയിലേറ്റം സ്നേഹിക്കപ്പെടുന്ന ഷെമ ഇസ്രായേലിൻ്റെ പ്രേക്ഷകരെ, ഇന്ന് നമ്മൾ തിരുവചനത്തിലൂടെ ധ്യാനിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം സ്വീകരിക്കുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ഒരുങ്ങുന്നത് ദൈവരാജ്യം എന്ന വിഷയത്തെ അധികരിച്ചാണ്. യേശു ഒരു പിശാച് ബാധിതനിൽ നിന്നും പിശാചിനെ ഒഴിവാക്കുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. അവിടെ ആ ഒരു സംഭവം നടന്നതിന് ശേഷം ഫരിസേയന്മാരും പ്രമാണിമാരും വന്നിട്ട് യേശു പിശാചിനെ ബഹിഷ്കരിക്കുന്നത് ബെൽസെബൂലിനെ കൊണ്ടാണെന്ന് അവർ കണ്ടെത്തുന്നു. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്കാണ് അവരുടെ ആ ഒരു കാര്യങ്ങൾ നീങ്ങുന്നത്. ശക്തനായവനെ ബന്ധിക്കാതെ അവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് അവനെ തോൽപ്പിക്കുക സാധ്യമല്ല. ഈശോ ഇതിലൂടെ വെളിപ്പെടുത്തുകയാണ് താൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണെന്നും ദൈവരാജ്യം സ്ഥാപിക്കാനായിട്ടാണ് താൻ കടന്നു വന്നതെന്നും ദൈവരാജ്യം സ്ഥാപിക്കുവാൻ ഈ ഭൂമിയിൽ തടസ്സം നിൽക്കുന്നത് പിശാചിൻ്റെ തന്ത്രങ്ങളും അവൻ്റെ പ്രവൃത്തികളും അവൻ മനുഷ്യനെ നയിക്കുന്ന ചില ദുർമാർഗങ്ങളുമൊക്കെയാണെന്ന് ഈശോ അസന്നിഗ്ധമായിട്ട് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. മൂകനും ബധിരനുമായ ഒരു പിശാച് ബാധയുള്ള ഒരു മകനെയാണ് യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നത്. അവൻ ഒരുപാട് അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. മൂകനെന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ സാധിക്കാത്തവൻ, സംസാരിക്കേണ്ടതുപോലെ സംസാരിക്കാൻ സാധിക്കാത്തവൻ. അവൻ്റെ സംസാരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മോശമായ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കൂ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കൂ. ദൈവികമായ കാര്യങ്ങൾ സംസാരിക്കാനോ നന്മകൾ സംസാരിക്കാനോ നല്ലത് സംസാരിക്കാനോ മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് പറയാനോ ഒന്നും സാധിക്കാത്ത മൂകരായിട്ടുള്ള
ദുരാത്മാക്കൾ ബാധിച്ചവർ നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലുമൊക്കെ കാണാൻ സാധിക്കും. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ സംസാരിക്കുവാനുള്ള കൃപയില്ലാത്തവർ, അങ്ങനെയുള്ള വ്യക്തികൾ ഒരുപക്ഷെ അവരുടെ സാഹചര്യം മൂലമോ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മൂലമോ അവരുടെ സമൂഹത്തിലെ സാഹചര്യം മൂലമോ ഒക്കെ അങ്ങനെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയവരായിരിക്കാം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് തീർച്ചയായിട്ടും പിശാച് മുതലെടുക്കുകയും ആ വ്യക്തിയെ നശിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയുടെ പ്രവൃത്തികൾ, സംസാര രീതികൾ മൂലം ഒരു പക്ഷേ ആ വ്യക്തിയെ തന്നെ പൂർണ്ണമായിട്ടും ദൈവത്തിൽ നിന്നും ദൈവരാജ്യത്തിൽ നിന്നുമൊക്കെ അകറ്റാനായിട്ട് ആ പിശാചിന് സാധിക്കും. അതുകൊണ്ട് ഇങ്ങനെ മൂകന്മാരായിട്ടുള്ളവർ, ബധിരരായിട്ടുള്ള ഒരു ദുരാത്മാവിനെയാണ് ആ വ്യക്തിയിൽ നമ്മൾ കാണുന്നത്. ബധിരൻ എന്ന് പറഞ്ഞാൽ കേൾക്കാനാവില്ലാത്തവൻ, കേൾക്കേണ്ടത് കേൾക്കാൻ പറ്റാത്തത് വലിയൊരു പ്രശ്നമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കേൾക്കേണ്ടവയെ, ദൈവത്തിൻ്റെ വചനം കേൾക്കാനോ അതുപോലെ നല്ല കാര്യങ്ങൾ കേൾക്കാനോ നന്മകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേൾക്കാനോ സ്വീകരിക്കാനോ ഒന്നും പറ്റാതിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ചെറുപ്പക്കാരുടെ ഇടയിലും മുതിർന്നവരുടെ ഇടയിലും ദൈവവചനം കേൾക്കാൻ അവർക്ക് സാധിക്കില്ല. മോശമായ കാര്യങ്ങളൊക്കെ കേൾക്കാൻ അവർക്ക് ഇഷ്ടമാണ്. മ്ലേച്ഛമായ കാര്യങ്ങൾ കേൾക്കുവാനും കാണാനും ഒക്കെ അവർക്ക് ഇഷ്ടമാണ്. അതൊക്കെ ഒരു തരത്തിലുള്ള ബന്ധനങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നവ കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യാത്ത ഒരുപാട് ബന്ധനാവസ്ഥയിൽ കിടക്കുന്ന മക്കൾ പല ദിവസങ്ങളും നമ്മൾ കാണാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിലേക്കൊക്കെ നയിക്കുന്ന മാധ്യമ സംസ്കാരമൊക്കെ നമ്മൾ കണ്ടറിയുന്നതാണ്, കേട്ടറിയുന്നതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പിശാച് ബാധിതനെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. ഈശോ ഇങ്ങനെയുള്ള പിശാച് ബാധിച്ചതിനെ പുറത്താക്കുകയാണ്. കാരണം ദൈവരാജ്യം സ്ഥാപിക്കാൻ. യേശുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം തന്നെ ദൈവരാജ്യം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈശോ പറയുകയാണ്, ഇങ്ങനെ ഞാൻ പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചിനെ പുറത്താക്കിയതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. ദൈവത്തിൻ്റെ രാജ്യം എന്താണ്? ദൈവത്തിൻ്റെ രാജ്യം പ്രിയപ്പെട്ടവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ 14-ാമത്തെ അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ദൈവരാജ്യമെന്ന്. 17-ാമത്തെ വചനം, കാരണം ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. 3 കാര്യങ്ങളാണ് പൗലോസ്ലീഹ ഇവിടെ പഠിപ്പിക്കുന്നത്. ഭക്ഷണമോ പാനീയമോ അല്ല, പകരം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. ചിലരൊക്കെ വിചാരിക്കാറുണ്ട് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവാനുഭവം കിട്ടുന്നത് അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെയൊക്കെയാണ്. ധ്യാനം കൂടാനായിട്ട് പോകുമ്പോഴും പ്രാർത്ഥിക്കാൻ പോകുമ്പോഴും എന്തെങ്കിലും നമുക്ക് അത്ഭുതങ്ങൾ കാണാൻ സാധിച്ചാൽ അത് ദൈവരാജ്യത്തിൻ്റെ ഒരു അടയാളമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. എങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ട് അത്ഭുതങ്ങളെക്കാൾ ഉപരിയായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ദൈവരാജ്യം പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന ദൈവരാജ്യമാണ്. ഒന്ന്, നീതി. നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യം വന്നോ ഇല്ലയോ എന്ന് അറിയാനുള്ള മാർഗം നീതി കാണിക്കാൻ പറ്റുന്നുണ്ടോ? ആരാണ് നീതിമാൻ? പഴയ നിയമത്തിലൂടെയും പുതിയ നിയമത്തിലൂടെയും കടന്നു പോകുമ്പോൾ നീതിമാന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. പഴയ നിയമത്തിലെ ജോസഫ് നീതിമാനാണ്. പഴയ നിയമത്തിൽ ജോബ് നീതിമാൻ എന്നറിയപ്പെടുന്നു. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ജോസഫ്, യൗസേപ്പ് പിതാവ്, പരിശുദ്ധ അമ്മയുടെ വിരക്തപതിയായ യൗസേപ്പ്, ഈശോയുടെ വളർത്തുപിതാവായി തിരഞ്ഞെടുക്കപ്പെട്ട യൗസേപ്പ് പിതാവ് നീതിമാനാണെന്ന് പറയപ്പെടുന്നു. എന്താണ് ഇവരുടെയൊക്കെ പ്രത്യേകത? അവരുടെ പ്രത്യേകത, അവർ തങ്ങളുടെ സ്വപ്നങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് സഹായം എത്തിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സ്വപ്നത്തിന് കൂട്ടുനിന്നവരാണ്. അതിൻ്റെ പേരിൽ അനീതിയും അവഗണനയും അതുപോലെ തന്നെ സ്വന്തം സന്തോഷങ്ങളും ഒക്കെ ഉപേക്ഷിക്കേണ്ടതായിട്ട് അവർക്ക് വന്നിട്ടുണ്ട്. പല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടതായിട്ട് അവർക്ക് വന്നിട്ടുണ്ട്. പഴയ നിയമത്തിലെ ജോസഫ് സ്വന്തം പിതാവിനെയും സഹോദരങ്ങളെയും ഒക്കെ ഉപേക്ഷിക്കുന്നു. സഹോദരങ്ങളാൽ ഒറ്റിക്കൊടുക്കപ്പെടുന്നു, സഹോദരങ്ങളാൽ വിൽക്കപ്പെടുന്നു. അതിനുശേഷം ഈജിപ്തിലെ കൊട്ടാരത്തിലെത്തുന്നു. അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ പലതവണ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ അവിടെയൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുവാനുള്ള ആഗ്രഹം കൊണ്ട് ശക്തമായിട്ട് പിടിച്ചു നിൽക്കുന്ന ജോസഫിനെയാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ജോബിൻ്റെ ജീവിതത്തിൽ ജോബ് നീതിമാനായിരുന്നു. ഒരുപാട് സമ്പത്തും ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് മക്കളും ഒക്കെ ഉണ്ടായിരുന്ന, നമ്മുടെയൊക്കെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ നല്ല ഒരു മനുഷ്യൻ, സമ്പത്തുള്ള മനുഷ്യൻ, സമൂഹത്തിലെ പ്രൗഢിയും സ്ഥാനമാനങ്ങളും ഒക്കെയുള്ള മനുഷ്യനാണ് ജോബ്. എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവൻ്റെ ദൈവാനുഗ്രഹങ്ങൾ അവനെ കൈവിട്ടു പോകുന്നത് പോലെ തോന്നുന്നു. എന്തൊക്കെയോ നഷ്ടങ്ങൾ, കുറവുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ എല്ലാം തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് ജോബ് കടന്നു വന്നു.
എന്നാൽ ജോബ് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ കാരണം എന്താണെന്ന് അന്വേഷിക്കാതെ കർത്താവിനോട് ചേർന്ന് നിന്നു. ദൈവത്തിൻ്റെ സ്വപ്നം എന്തോ തൻ്റെ തകർച്ചയ്ക്ക് പിന്നിലും തൻ്റെ നഷ്ടങ്ങൾക്ക് പിന്നിലും തനിക്ക് നഷ്ടപ്പെട്ട മക്കളുടെ പിന്നിലും തനിക്ക് നഷ്ടപ്പെട്ട സമ്പത്തിൻ്റെ പിന്നിലും തനിക്ക് നഷ്ടപ്പെട്ട ആരോഗ്യത്തിൻ്റെ പിന്നിലും ദൈവത്തിന് എന്തോ ഒരു പദ്ധതി ഉണ്ടെന്ന് ജോബ് തിരിച്ചറിഞ്ഞു. ജോസഫിനെ പോലെ തന്നെ താൻ വിൽക്കപ്പെടുമ്പോഴും താൻ അവഗണിക്കപ്പെടുമ്പോഴും താൻ തൻ്റെ സഹോദരങ്ങളാൽ ഉപേക്ഷിക്കപ്പെടുമ്പോഴും ദൈവത്തിന് മറ്റെന്തോ ഒരു സ്വപ്നമുണ്ട് എന്ന് ജോസഫ് തിരിച്ചറിയുന്നത് കൊണ്ട് മാത്രമാണ് ജോസഫിന് അവിടെയൊക്കെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. ജോബിനും അത് തന്നെ അനുഭവം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ജോസഫ് യൗസേപ്പ് പിതാവിനെ നമ്മൾ കാണുകയാണ്. ഈശോയുടെ വളർത്തുപിതാവായ യൗസേപ്പ് പിതാവ് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു മധ്യവയസ്കനാണ് യൗസേപ്പ് പിതാവ്. തൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ചും തൻ്റെ ഭാര്യയും മക്കളും ഒന്നിച്ചുള്ള ജീവിതത്തെക്കുറിച്ചും ഒക്കെ സ്വപ്നം അദ്ദേഹം കണ്ടിട്ടുണ്ടാവാം. ആ ഒരു അവസരത്തിലാണ് കന്യകാമറിയവുമായിട്ട് വിവാഹം ഉറപ്പിക്കുന്നത്. ആ വിവാഹം ഉറപ്പിച്ച ശേഷം അദ്ദേഹം തിരിച്ചറിയുന്നു, ഒരു ദിവസം അദ്ദേഹം തിരിച്ചറിയുന്നു അദ്ദേഹം വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന കന്യകാമറിയം ഗർഭിണിയാണ്, പരിശുദ്ധാത്മാവിൽ ഗർഭിണിയാണ് എന്നറിയുന്നു. സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ള തീരുമാനമെടുക്കാൻ അദ്ദേഹം ബുദ്ധിമുട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തെ തകർത്തുകൊണ്ട് ദൈവത്തിൻ്റെ സ്വപ്നം മാലാഖയിലൂടെ അദ്ദേഹത്തിലേക്ക് കടന്നു വരികയാണ്. ഈ കുഞ്ഞിനെയും അമ്മയെയും സ്വീകരിക്കണം. ദൈവത്തിൻ്റെ സ്വപ്നത്തിന് വേണ്ടി സ്വന്തം സ്വപ്നങ്ങളെ ഉപേക്ഷിക്കുന്ന മറ്റൊരു മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നീതി എന്ന് പറയുന്നതാണ് ദൈവരാജ്യമെങ്കിൽ ആ നീതി ആരംഭിക്കുന്നത് എൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും സ്വപ്നങ്ങളെ നമ്മൾ തകർത്തിട്ട് ദൈവത്തിന് മറ്റൊരു പദ്ധതി ഉണ്ടെന്ന് സ്വപ്നമുണ്ടെന്ന് തിരിച്ചറിയുന്നതാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാമത്തെ അധ്യായം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലോ. ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച്, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതി, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ തിരിച്ചറിയാം, നീതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വപ്നം പൂർത്തീകരിക്കുവാനായിട്ട് പരിപൂർണമായിട്ട് വിട്ടുകൊടുക്കുന്നതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തുമായിക്കോട്ടെ, ഒരു പക്ഷേ പലപ്പോഴും സഹോദരങ്ങളോട് ക്ഷമിക്കാൻ കഴിയാതെ സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ, അതുപോലെ തന്നെ സ്വത്ത് ഭാഗിച്ചതിൻ്റെ പേരിൽ മാതാപിതാക്കളോട് ക്ഷമിക്കാൻ കഴിയാതെ, ജീവിത പങ്കാളിയോട് ക്ഷമിക്കാൻ കഴിയാതെ, ദൈവത്തിൻ്റെ പദ്ധതി അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഇന്നും പിണക്കത്തിലും ദുഃഖത്തിലും ഒക്കെ കഴിയുന്ന ഒരുപാട് പേര് ഈ വചനം കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്വപ്നം പൂവണിയാൻ ഞാനും നിങ്ങളും നമ്മുടെ സ്വപ്നങ്ങളെ പൂർണ്ണമായിട്ടും തകർത്ത് കളയേണ്ടതുണ്ട്. അപ്പോഴാണ് ഞാനും നിങ്ങളും നീതിമാനും നീതിയുള്ള വ്യക്തിയുമായി മാറുന്നത്. അതാണ് നീതി. ദൈവരാജ്യം അവിടെയാണ് ആരംഭിക്കുന്നത്. 3 കാര്യങ്ങളാണ് നീതിമാനായിരിക്കുക. നീതി എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ അടയാളമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും നീതി കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിലെ പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. ദൈവരാജ്യം എന്നാൽ ദൈവം രാജാവായി, ദൈവം അധികാരിയായി, ദൈവം എല്ലാത്തിൻ്റെയും ഉടയവനായി ആയിരിക്കുന്ന രാജ്യമാണ് ദൈവരാജ്യം. രണ്ടാമതായി പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത് ദൈവരാജ്യം എന്നാൽ സമാധാനമാണ്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഏറ്റവും അധികം നഷ്ടപ്പെട്ടു പോകുന്നൊരു വാക്കാണ് സമാധാനം. കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാലും പ്രായമായ വ്യക്തികളോട് ചോദിച്ചാലും അവരാദ്യം പറയുന്ന ഉത്തരം സമാധാനം നഷ്ടപ്പെട്ടു പോയി അച്ഛാ എന്നാണ്. സമാധാനം നഷ്ടപ്പെടാൻ പല കാരണങ്ങളുണ്ട്. ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള പരാജയങ്ങൾ, ചില ആഗ്രഹങ്ങൾ നടപ്പാക്കാതെ പോകുന്നത്, അതുപോലെ തന്നെ മറ്റുള്ളവർ സമാധാനം കൊടുക്കാത്തത് കൊണ്ട് ഇതൊക്കെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണമായിട്ട് നമ്മൾ കാണാറുണ്ട്. പലർക്കും സമാധാനമില്ല. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സമാധാനമില്ല, രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ സമാധാനമില്ല, ഉദ്യോഗസ്ഥർക്കിടയിൽ സമാധാനമില്ല. യുദ്ധത്തിലേക്കും കലഹത്തിലേക്കും ഭിന്നതയിലേക്കും ഒക്കെ നയിക്കുന്നത് സമാധാനക്കേടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ സമാധാനം യേശു തരുന്ന സമാധാനമാണ്. ഉദ്ധിതനായ ഈശോയെ നോക്കി നമുക്ക് കാണാൻ സാധിക്കും. ശിഷ്യന്മാർ ഭയവിഹ്വലരായിട്ടിരിക്കുകയാണ്. അവരുടെ ഗുരുവിനെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ മരിച്ചു, ഉത്ഥാനം ചെയ്തു എന്ന് ചിലർ പറയുന്നു. അത് വിശ്വസിക്കാത്തവരും വിശ്വസിക്കുന്നവരും ഒക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. അവിടെ യേശു പലതവണ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് സമാധാനം. ഞാനിതാ നിങ്ങളുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങളുടെ ഭയം എടുത്തു മാറ്റുക, നിങ്ങളുടെ ആകുലതകൾ എടുത്തു മാറ്റുക, നിങ്ങളുടെ ഉത്കണ്ഠകൾ എടുത്തു മാറ്റുക. ഞാൻ മരണത്തെ അതിജീവിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സമാധാനം കിട്ടാനുള്ള മാർഗം മറ്റൊന്നുമല്ല, യേശുവിൻ്റെ സാന്നിധ്യം കൂടെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ദൈവത്തെ കാണാൻ പറ്റാത്ത വ്യക്തിക്ക്, യേശുവിനെ അനുഭവിക്കാൻ പറ്റാത്ത വ്യക്തിക്ക്, യേശു ഇന്നും ജീവിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത വ്യക്തിക്ക് സമാധാനം അനുഭവിക്കാൻ പറ്റില്ല. യേശു ഇന്നും ജീവിക്കുന്നുള്ള ബോധ്യമാണ് ഉദ്ധിതനായ ഈശോ ശിഷ്യന്മാർക്ക് നൽകുന്ന സമാധാനത്തിൻ്റെ പൂർണ്ണ അർത്ഥം.
അതുകൊണ്ട് യേശു എൻ്റെ ജീവിതത്തിൽ ഉണ്ട്, എൻ്റെ കുടുംബത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുന്ന വ്യക്തിക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റും. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, വഴക്കുകൾ, പരസ്പരം പോരടിക്കുന്നത്, ഭിന്നതകൾ, സംസാരിക്കാൻ പറ്റാത്ത ഒരു കുടുംബത്തിൽ തന്നെ ജീവിക്കുന്നവർ എത്രയോ കുടുംബങ്ങളുണ്ട്. ഒരു കുടുംബത്തിൽ തന്നെ പരസ്പരം സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ജീവിത പങ്കാളികൾ തമ്മിൽ സംസാരിക്കാൻ പറ്റുന്നില്ല, മക്കളും മാതാപിതാക്കളും തമ്മിൽ സംസാരിക്കാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ സഹോദരങ്ങൾ തമ്മിൽ സംസാരിക്കാൻ പറ്റുന്നില്ല, സമാധാനമില്ല. സംസാരം തുടങ്ങുമ്പോൾ തന്നെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന വാക്കുകളാണ് പരസ്പരം സംസാരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ആ കുടുംബത്തിൽ യേശുവിന് സ്ഥാനമില്ല എന്നുള്ളതാണ്. യേശുവിന് സ്ഥാനം കൊടുത്താൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. അതുകൊണ്ട് സമാധാനമില്ലാത്ത കുടുംബത്തിൽ ക്രിസ്തു വസിക്കുന്നില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ലോകത്ത് എവിടെ വേണമെങ്കിലും ജനിക്കാമായിരുന്ന ദൈവപുത്രൻ ആ ദൗത്യം, തൻ്റെ ജന്മം, ആ ജനന സ്ഥലം തിരഞ്ഞെടുക്കുന്നത് ഒരു പാവം കന്നുകാലി തൊഴുത്തിലാണ്. ബത്ലഹേമിലെ ഏതോ മലമ്പ്രദേശത്ത് ഒരു കന്നുകാലി തൊഴുത്തിൽ ദൈവം തനിക്ക് വേണ്ടിയുള്ള ആദ്യ വീട്, ഈ ഭൂമിയിൽ ആദ്യ വീട് തിരഞ്ഞെടുക്കുക. അവിടെയാണ് മാലാഖമാർ പറയുന്നത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഒന്ന് ചിന്തിച്ചാൽ ഈ ആദ്യ സന്മനസ്സുള്ളവർ, അവർ സമാധാനം സ്വീകരിക്കുന്നവർ ശരിക്കും പറഞ്ഞാൽ കന്നുകാലികളാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അവരാണ് ആദ്യമായി യേശുവിനെ കാണുന്നത്, യൗസേപ്പിനോടൊപ്പം, മാതാവിനോടൊപ്പം. കാരണം അവർ സമാധാനം എന്താണെന്ന് തിരിച്ചറിഞ്ഞവരാ. പരസ്പരം പോരടിക്കാതെ, ഭിന്നതയുണ്ടാകാതെ, സമാധാനത്തിൽ തൻ്റെ ജീവിത പങ്കാളിയെ പരസ്പരം അംഗീകരിച്ചവരാണ് ഇവർ രണ്ടുപേരും. പ്രിയപ്പെട്ടവരെ, അവിടെ ആദ്യമായിട്ട് ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ സമാധാനം എന്താണെന്ന് കണ്ടവർ ശരിക്കും മൃഗങ്ങളാണ്. ആ സമാധാന അന്തരീക്ഷത്തിലേക്കാണ്. ലോകത്ത് മറ്റു പല സ്ഥലങ്ങളുണ്ടായിരുന്നു. ജെറുസലേം ഒത്തിരിയേറെ പ്രശസ്തമായ സ്ഥലമാണ്, ഇസ്രായേലിലെ വളരെ പ്രശസ്തമായ സ്ഥലം. അതുപോലെ തന്നെ ഇസ്രായേലിൽ പ്രശസ്തമായ സ്ഥലങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ ഗ്രാമപ്രദേശത്ത് അവിടെ ഒരു പുൽത്തൊഴുത്തിൽ യേശു വന്ന് ജനിക്കാൻ തയ്യാറായെങ്കിൽ എന്താണ് സമാധാനമുണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് ലേഖനം 14-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് എന്താണ് ദൈവരാജ്യം? ദൈവരാജ്യം എന്നാൽ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം നമ്മൾ ഭൗമികമായ വസ്തുക്കൾ നമുക്ക് കിട്ടുമ്പോൾ കിട്ടുന്ന സന്തോഷമല്ല. ഒരു ഐസ്ക്രീം കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമല്ല പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമല്ല പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. അതൊക്കെ നൈമിഷികമായ സന്തോഷങ്ങളാണ്. അത് കഴിക്കുമ്പോഴും കിട്ടുമ്പോഴും, ഇഷ്ടപ്പെട്ട വ്യക്തിയെ കാണുമ്പോഴും ആ സന്തോഷം തീർന്നു. എന്നാൽ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ സുഖത്തിലും ദുഃഖത്തിലും, ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും രോഗങ്ങളിലും ദുഃഖങ്ങളിലും ഒക്കെ സന്തോഷിക്കാൻ പറ്റുക. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അപ്പസ്തോലന്മാർ സുവിശേഷ പ്രഘോഷണത്തിനായി അവർ ഇറങ്ങി. ജെറുസലേമിലും സമരിയായിലും പിന്നീട് ലോകത്തിൻ്റെ അതിർത്തികളിലേക്കുമൊക്കെ അവർ പോയി. അവിടെയൊക്കെ അവരെ കാത്തിരുന്നത് പട്ടുമെത്തയല്ല, അവിടെയൊക്കെ അവരെ കാത്തിരുന്നത് ചുവപ്പ് പരവതാനിയല്ല. ആരും സ്വീകരിക്കാനില്ല, പക്ഷേ സ്വീകരിക്കാൻ ആരുമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് അവർ സന്തോഷത്തോടെ പോയി. നമുക്ക് കാണാൻ സാധിക്കും പലപ്പോഴും യേശുവിൻ്റെ വചനം, സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ പേരിൽ അവർ പീഡിപ്പിക്കപ്പെടുന്നത്, ചാട്ടവാറ് കൊണ്ട് അടിക്കപ്പെടുന്നത്. പൗലോസ് ശ്ലീഹ തന്നെ വെളിപ്പെടുത്തുന്നുണ്ടല്ലോ, എത്രയോ തവണകളിൽ പൗലോസ് ശ്ലീഹ പീഡനങ്ങളിലൂടെ കടന്നുപോയ സംഭവങ്ങളും കപ്പൽ ദുരിതങ്ങളും യാത്രയിലെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഇതൊക്കെ സുവിശേഷം പ്രഘോഷിക്കാൻ പോകുന്നവർക്ക് ദൈവത്തെ പ്രഘോഷിക്കുന്നവനെ തിരിച്ചറിയുവാനുള്ള മാർഗമാണ് ഈ കുറവുകളും ബലഹീനതകളും ഈ തകർച്ചകളും കഷ്ടപ്പാടുകളും രോഗങ്ങളുമൊക്കെ. അവിടെയൊക്കെയാണ് ദൈവത്തെ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ നൈമിഷികമായ സന്തോഷമല്ല, നഷ്ടപ്പെടുന്ന സന്തോഷമല്ലത്. പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം സ്വീകരിച്ച വ്യക്തിക്ക് ദുരിതങ്ങൾ വന്നാലും, കഷ്ടപ്പാടുകൾ വന്നാലും, മരണക്കിടക്കയിലായാലും, ക്യാൻസർ വന്നാലും, രോഗാവസ്ഥകൾ വന്നാലും, കടബാധ്യത വന്നാലും, ജപ്തി നടപടി വന്നാലും ആ വ്യക്തിക്ക് സന്തോഷിക്കാതിരിക്കാനാവില്ല. കാരണം അവൻ സന്തോഷിക്കുന്നത് ലോകത്തിലെ വസ്തുക്കൾ കണ്ടിട്ടല്ല. അവൻ സന്തോഷിക്കുന്നത് ലോകത്തിലെ വസ്തുക്കളെയോ വ്യക്തികളെയോ നോക്കിയിട്ടല്ല, അതിൻ്റെ വരവും പോക്കും കണ്ടിട്ടല്ല. പിന്നെയോ അവൻ സന്തോഷിക്കുന്നത് സ്വർഗത്തെ നോക്കിയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ആദ്യത്തെ രക്തസാക്ഷി എസ്തപ്പാനോസ്, അവൻ ആത്മാവിൽ നിറഞ്ഞ് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് കല്ലേറിന് മുന്നിൽ നിൽക്കുന്നത്. കാരണം അവൻ പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് യഥാർത്ഥ സന്തോഷം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആഗ്രഹിക്കുന്നവ ലഭിക്കുമ്പോഴുള്ള സന്തോഷമല്ല, പിന്നെയോ
ആഗ്രഹിക്കുന്നത് ലഭിക്കാത്തപ്പോഴും എനിക്കും നിങ്ങൾക്കും സന്തോഷിക്കാൻ പറ്റുമോ? കാരണം അപ്പോഴും ആ വ്യക്തി തിരിച്ചറിയുന്നു, ദൈവമാണ് ഇത് അനുവദിക്കാത്തത്. കാരണം എൻ്റെ ദൈവം അതിനേക്കാൾ വലുത് എൻ്റെ ജീവിതത്തിൽ എന്തോ നൽകുവാൻ ഒരുങ്ങുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ്, ആ ബോധ്യമാണ് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവരാജ്യം പുറത്തെങ്ങും കാണാൻ കിട്ടുന്ന ഒന്നല്ല. നമ്മുടെ രാജ്യം പോലെ, നമ്മുടെ രാഷ്ട്രം പോലെ പുറത്ത് അധികാര പരിധികൾ വെച്ചിട്ടുള്ളതല്ല. ഒരു കുടുംബമല്ല ദൈവരാജ്യമായി മാറേണ്ടത്, ഒരു രാജ്യമല്ല ദൈവരാജ്യമായി മാറേണ്ടത്, ഒരു സംസ്ഥാനമല്ല ദൈവരാജ്യമായി മാറേണ്ടത്. ദൈവരാജ്യമായി മാറേണ്ടത് മറ്റൊരിടവും അല്ല, നിൻ്റെ ഹൃദയമാണ്. എൻ്റെയും നിങ്ങളുടെ ഹൃദയം, എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ ആദ്യം ദൈവരാജ്യം നിറയട്ടെ. നമ്മൾ നീതിയുള്ളവരായി മാറട്ടെ, നമ്മൾ സന്തോഷമുള്ളവരായി മാറട്ടെ, നമ്മൾ സമാധാനമുള്ളവരായി മാറട്ടെ. അപ്പോൾ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും നമ്മളിൽ നിന്ന് ഈ സമാധാനവും സന്തോഷവും നീതിയും മറ്റുള്ളവരിലേക്ക് വ്യാപിക്കും. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും നിങ്ങളുടെ കുടുംബത്തിൽ നീതിയും സമാധാനവും സന്തോഷവുമുള്ള വ്യക്തികളായി മാറിയാൽ നിങ്ങൾക്ക് ആ ദൈവരാജ്യം മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കാൻ പറ്റും. അത് ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ്. അങ്ങനെ കുടുംബം മുഴുവൻ ദൈവത്തിൻ്റെ രാജ്യമായി മാറട്ടെ, നമ്മുടെ സമൂഹം ദൈവരാജ്യമായി മാറട്ടെ. ദൈവത്തെ അംഗീകരിക്കുന്ന, ദൈവം വെച്ച് വിളമ്പുന്ന, ദൈവം അധികാരം കൈയാളുന്ന, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു കുടുംബവും ഒരു വ്യക്തിജീവിതവും ഒരു സമൂഹവും നമ്മുടെ ഇടയിൽ ഉണ്ടാകുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിലേക്ക് സർവേശ്വരനായ ദൈവം, സർവശക്തനായ ദൈവം, നമ്മുടെ ദൈവം നമ്മളെ ഓരോരുത്തരെയും നയിക്കട്ടെ. ആമേൻ. ആരാധന 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 എൻ ജീവനേ കാണും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവരാജ്യ അനുഭവത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം കൂടെ വസിക്കുന്ന ഓരോ വ്യക്തിയും ദൈവരാജ്യത്തിലാണ്. ദൈവിക സാന്നിധ്യം തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ വചനത്തിൽ കേട്ടു. ദൈവരാജ്യം സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും നീതിയും അനുഭവിക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ തകർന്നു കിടക്കുന്ന വ്യക്തികളും കുടുംബങ്ങളെയും പ്രത്യേകമായി നമുക്ക് ദിവ്യകാരുണ്യത്തിൽ സമർപ്പിക്കാം. കണ്ണു തുറന്ന് നമ്മുടെ മുന്നിലുള്ള ദിവ്യകാരുണ്യത്തിലെ ഈശോയെ നമുക്ക് നോക്കാം. സമാധാനമില്ലാത്ത കുടുംബമാണോ നിൻ്റേത്? നീതി അനുഭവിക്കാൻ നിനക്ക് പറ്റുന്നില്ലേ? പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ലേ? കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിൻ്റെ കുടുംബത്തെയും ഒപ്പം സമാധാനവും സന്തോഷവും നീതിയും അനുഭവിക്കാൻ പറ്റാത്ത മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കുടുംബത്തിൽ സമാധാനം തരാത്ത വ്യക്തികളെ കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കാം. സന്തോഷം അനുഭവിക്കുവാൻ കാരണമാകാത്ത രീതിയിൽ ഏതെങ്കിലുമൊക്കെ പാപത്തിനും രോഗങ്ങൾക്കും അസ്വസ്ഥതകൾക്കുമൊക്കെ അടിമപ്പെട്ട് കിടക്കുന്ന മക്കളെ ഒരു നിമിഷം ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. നീതി ലഭിക്കുവാനും നീതി കൊടുക്കുവാനും സാധിക്കുന്നില്ല എങ്കിലും അങ്ങനെയുള്ളവരെയും കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ എല്ലാ വേദനകളെയും ദുഃഖങ്ങളെയും സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഇരു കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടയ്ക്കാം. പ്രിയപ്പെട്ടവരെ, ഈശോ, ഉദ്ധിതനായ ഈശോ പേടിച്ചരണ്ടിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട അപ്പസ്തോലന്മാരുടെ അടുത്തേക്ക് കടന്നു വരുന്നത് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ്.
ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ ആരാധനയിലൂടെ നമ്മൾ കേട്ട വചനത്തിലൂടെ ഈശോയുടെ സാന്നിധ്യം കടന്നു വരാൻ ഒന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. വൈദികരായ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദിവ്യകാരുണ്യ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ പ്രാർത്ഥന സ്വീകരിക്കാം. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, ഈ ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇവരുടെ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെട്ടു പോകുവാൻ കാരണമാകുന്ന സംഭവങ്ങൾ, വ്യക്തികൾ, സന്തോഷം ലഭിക്കാതിരിക്കുവാൻ കാരണമാകുന്ന സംഭവങ്ങൾ, വ്യക്തികൾ, നീതിയും സ്നേഹവും അനുഭവിക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ ഇവരുടെ കുടുംബങ്ങളിൽ നഷ്ടങ്ങളും കുറവുകളും ഒക്കെ വരുത്തുന്ന സംഭവങ്ങൾ, വ്യക്തികൾ, അവരെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. കർത്താവെ, പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ആ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വലിയ ഇടപെടൽ ഈ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. കെട്ടുവാനും അഴിക്കുവാനും വിശുദ്ധീകരിക്കുവാനും വിടുതൽ നൽകുവാനും അങ്ങ് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് വൈദികരായ ഞങ്ങൾ ഈ കുടുംബങ്ങൾക്ക് വേണ്ടി, ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലുകളും ഈ കൂട്ടായ്മയിൽ, ഈ കുടുംബങ്ങളിൽ, ഈ വ്യക്തികളിൽ സംഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ മുന്നിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തി നമ്മുടെ ആഗ്രഹങ്ങളെ ഒരിക്കൽ കൂടി സമർപ്പിക്കാം. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ വേദനകളെയും ദുഃഖങ്ങളെയും കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കാം. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.